الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ദുൽഹിജ്ജ മാസത്തിൽ അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ പടച്ചറപ്പിൻ്റെ ഇഷ്ട സ്ഥലമായ മസ്ജിദിൽ അവൻ ഏറ്റവും ആദരിച്ചിട്ടുള്ള ദിവസമായ വെള്ളിയാഴ്ചയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ അതീവ സൗഭാഗ്യത്തോടെ സാന്നിധ്യമാകാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു. അൽഹംദുലില്ലാ. എല്ലാ അനുഗ്രഹങ്ങളും അവൻ തരുന്നതാണ്. നിഗ്രഹങ്ങളെന്ന് ജീവിതത്തിൽ തോന്നുന്നത് പോലും പലപ്പോഴും അനുഗ്രഹങ്ങളായിട്ടാണ് കലാശിക്കുന്നത്. ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ ജീവിതത്തിൽ മൂടിക്കെട്ടുമ്പോഴും അത് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മഴയായി ജീവിതത്തിൽ പെയ്തിറങ്ങുന്നത് നമ്മുടെയൊക്കെ അനുഭവമാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളുടെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം നമ്മുടെ സഹോദരന്മാർ വിശുദ്ധ ഹജ്ജ് നിർവഹണത്തിൻ്റെ പ്രാരംഭഘട്ടവുമായിട്ട് ഏർപ്പെടുന്ന സന്ദർഭം കൂടിയാണ്. ഓരോ നേരവും നമ്മൾ നമസ്കരിക്കുന്നത്, 5 നേരം തിരിഞ്ഞ് നമസ്കരിക്കുന്നത് വിശുദ്ധമായ കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയത്തിൻ്റെ സമീപത്താണ് ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ എത്തിച്ചേരുന്നത്. കഅബ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണ്ണിന് കുളിര് പകരുന്നതാണ്. ജീവിതവും അങ്ങനെയാകണമെന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കണ്ണിന് കുളിര് പകരണം മക്കൾ, കണ്ണിന് കുളിര് പകരണം സഹധർമ്മിണി, കണ്ണിന് കുളിര് പകരണം പ്രിയങ്കരനായ ഭർത്താവ്. ഖുർആൻ അതുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു ദുആയുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറതു അഅ്യുൻ.
കൺകുളിർമ എന്നത് വല്ലാത്തൊരു വാക്കാണ്. പല വിദേശ രാജ്യങ്ങളും നമ്മൾ പോയി കാണുമ്പോൾ അറിയാത്ത ഒരു കൺകുളിർമ നമ്മൾ അനുഭവപ്പെടും. ചില കാഴ്ചകൾ കാണുമ്പോൾ അതീവ വിസ്മയം കൊണ്ട് നമ്മൾ ആശ്ചര്യഭരിതരായി തീരാറുണ്ട്. ഒരളവറ്റ സുഖം കണ്ണിന് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പല കാഴ്ചകളും അങ്ങനെയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഅബാലയവും അങ്ങനെയാണ്. അതിങ്ങനെ നേരെ നേരെ കാണുമ്പോൾ കണ്ണ് നിറയാത്ത വിശ്വാസികളുണ്ടാവില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കഅബ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത കാഴ്ചയാണ്. പോളകൾക്കിടയിൽ നിന്ന് കണ്ണുനീർ പ്രവാഹം അവനറിയാതെ ഒഴുകി തുടങ്ങിയിട്ടുണ്ടാകണം. ഇതേ കഅബ കണ്ടിട്ടാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, കഅബ അള്ളാഹിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് നീ, ഏറ്റവും പവിത്രമാണ് നീ. പക്ഷെ നിന്നേക്കാൾ പവിത്രമായ ഒന്ന് ഈ ലോകത്തുണ്ട്, അത് മനുഷ്യന്റെ അഭിമാനമാണ്. മനുഷ്യന്റെ അഭിമാനത്തിന് കഅബയെക്കാളും പദവി നൽകിയ ഒരു മതത്തിന്റെ അനുയായികൾ എന്ന നിലയിൽ കഅബയോടുള്ള ആദരവും ബഹുമാനവും പറയുമ്പോഴും അത് മനുഷ്യന്റെ ബഹുമാനം ഉയർത്തുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. നിങ്ങൾ വിസർജിക്കുമ്പോൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോ, നിങ്ങൾക്ക് വിസർജനം പാടില്ലാത്തതാണ് തുറസ്സായ സ്ഥലത്ത് എന്ന് നിയമം വന്ന ഒരു മതത്തിന്റെ അനുയായികൾ എന്ന നിലയിൽ നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മം അത് നടക്കുമ്പോൾ കഅബയുടെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നു. കാലങ്ങളായിട്ട് കഅബക്ക് നൽകുന്ന ആദരവും പ്രാധാന്യവും തിരിച്ചറിയുന്നു. അത് ഖിയാമം വരെ നിലനിൽക്കുന്നതും അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് നേർക്കാഴ്ചയായിട്ട് മാറുന്നു. കഅബ കാണാൻ, ഹജ്ജ് നിർവഹിക്കാൻ, പലപ്പോഴും ഉംറ നിർവഹിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷേ മനസ്സിലൊരു മോഹം അപ്പോഴും ബാക്കിയുണ്ട്, റബ്ബേ എന്നെങ്കിലും ഒരു ഹജ്ജിന്റെ നിർവഹണം നടത്തണം. ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്കിടയിൽ, പ്രാരാബ്ദങ്ങൾക്കിടയിൽ, അറിയാതെ പിന്നെയും വന്നു ചേരുന്ന ചില ബാധ്യതകൾക്കിടയിൽ ഒരു ഹജ്ജ് നിർവഹണം മനസ്സിൽ കൊതിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോയ ഒരുപാട് സഹോദരീ സഹോദരന്മാർ അവരുടെ ഹജ്ജ് അള്ളാഹു മഖബൂലും മബ്റൂറുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ സ്ഥാനം ഹജ്ജിനും അതുപോലെ മക്കൾക്കുമുണ്ട് എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഖുർആൻ 4 പേരുകളിൽ ഇത് പരിചയപ്പെടുത്തുന്നുണ്ട്. മക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ബക്ക എന്ന പ്രയോഗമുണ്ട് ഖുർആനിൽ. അൽ ബലദുൽ അമീൻ എന്ന് പരിശുദ്ധ മക്കയെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മുൽ ഖുറ എന്ന പ്രയോഗം കാണാം ഖുർആനിൽ. തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. നിർഭയമായ ഈ നാട് തന്നെയാണ് സത്യം, സീനാ പർവ്വതം സത്യം, ഒലീവ് മരം സത്യം എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വലിതുൻദിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹാ. ഉമ്മുൽ ഖുറയിലുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനും അവിടെ മാത്രമല്ല അതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കും മുന്നറിയിപ്പ് നൽകുവാനും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഖുർആൻ പലയിടത്തായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവുമാണ്. ലാ തുശദ്ദു റിഹാൽ ഇല്ലാ സലാസത മസാജിദ്. പുണ്യം തേടി നിങ്ങളുടെ യാത്ര 3 സ്ഥലത്തേക്ക് നമുക്കൊക്കെ അറിയാം. അതിലൊന്ന് അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദാ വൽ മസ്ജിദുൽ അഖ്സ. ഒന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് എന്റെ ഈ മസ്ജിദ്, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. സുലൈമാൻ നബിയുടെ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സയും മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗനിർഭരമായ ജീവിതത്തിൽ മദീന പള്ളിയുടെ നിർമ്മാണം ചരിത്രത്തിലെ വേറിട്ട ഒരേടാണ്. ആ അടിസ്ഥാനത്തിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെയും അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്വലമായ ഓർമ്മകൾ അയവിറക്കപ്പെടുന്ന മസ്ജിദുൽ ഹറാം. വിശ്വാസം അങ്ങനെയാണ്.
എല്ലാ കേന്ദ്രങ്ങളും പുണ്യകേന്ദ്രങ്ങൾ. ഇസ്ലാമിന് അങ്ങനല്ല. അവിടെ പോയൊരു പുണ്യം, ഇവിടെ പോയൊരു പുണ്യം. അത് വ്യക്തിയാകാം, ശക്തിയാകാം, മഖബറകളാകാം. അങ്ങനൊക്കെ ആളുകളുടെ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാ ലാ തുശദ്ദുർ റിഹാൽ. യാത്രക്ക് നിങ്ങൾ പുറപ്പെടരുത്, യാത്രാസംഘമായിട്ട് കെട്ടുകെട്ടി പോകരുത്. 3 സ്ഥലത്തേക്കല്ലാതെ. അതിന്റെ ഗൗരവം ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ നബിമാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നുണ്ട്, മകനായ ഇസ്മായിൽ നബിയെ പരിചയപ്പെടുത്തുന്നുണ്ട്, അവർ ചെയ്ത സേവനങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ കഅബയുമായിട്ട് വല്ലാത്തൊരു ബന്ധം ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. കഅബയുടെ അസ്തിവാരം പണിതു ഇബ്രാഹിം. ഇബ്രാഹിം ഒറ്റക്കല്ല, ഇസ്മായിലും. എന്നിട്ട് അവരുടെ ഒരു ദുആയുണ്ട്. എല്ലാ കർമ്മത്തിനും സ്വീകാര്യത നൽകുന്ന റബ്ബിനോടുള്ള ഒരു ദുആ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതിന്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മൾ എന്ത് അമൽ ചെയ്താലും അത് സ്വീകരിക്കുന്നവൻ അല്ലാഹുവാണ് എന്നാണ്. അതുകൊണ്ട് ഏത് അമൽ ചെയ്താലും റബ്ബേ ഇത് സ്വീകരിക്കണം, ഈ നമസ്കാരം സ്വീകരിക്കണം, ഈ ജുമുഅ സ്വീകരിക്കണം, ഞങ്ങൾ നടത്തുന്ന ഉളഹിയത്ത് സ്വീകരിക്കണം, ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണം. ആ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിലാണ് പരലോകത്ത് സ്വർഗം നമുക്ക് നിയമമായി വരുന്നത്. ആ സ്വീകാര്യതയുടെ ഏറ്റ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരലോക സൗഭാഗ്യങ്ങളുടെ രഹസ്യങ്ങൾ കുടിക്കൊള്ളുന്നത്. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ. ഏത്? കഅബയുടെ നിർമ്മാണം അല്ലാഹ് പറഞ്ഞ് നടത്തിയ നിർമ്മാണമാണ്. പക്ഷെ ഉദ്ദേശശുദ്ധി നന്നാകണം. ആ ഉദ്ദേശശുദ്ധി സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ ഈ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. അതുകൊണ്ടാണ് പടച്ചോൻ ആദരിച്ച സ്ഥലം അതാണ് മക്ക. അവൻ ആദരിച്ച ദിവസം അതാണ് യൗമുൻ നഹർ. അതുപോലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ, അതുപോലെ അവൻ ആദരിച്ച പ്രദേശമാണ് പരിശുദ്ധ മക്ക. അവൻ ആദരിച്ച ദിവസം, അവൻ ആദരിച്ച മാസം. അള്ളാന്റെ ശിആറുകളെ ആര് ആദരിക്കുന്നുവോ ഫഇന്നഹാ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. അതങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നസ്സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അള്ളാന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഇതിനോടൊക്കെ ഒരു ആദരവുണ്ട്. ആദരവും ആരാധനയും മാറ്റമുണ്ട്. സംസം തീർത്ഥജലമായിട്ട് പഠിപ്പിച്ചു. ഒരു സംശയവും ഇല്ലാത്ത വിധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഹജറുൽ അസ്വദ്, അതിനെപ്പറ്റി പറയുന്നതും പുണ്യം. ഈ കല്ല് വെറും ഒരു കല്ലാണ്. എന്റെ നബി നിന്നെ ഉമ്മ വെക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നിന്നെ ഉമ്മ വെക്കുന്നു. അതുകൊണ്ട് കല്ലേ നീ വെറും ഒരു കല്ലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉപകാരം ചെയ്യാൻ നിനക്കാവില്ല, അതെന്റെ റബ്ബിനല്ലേ കഴിയൂ. ഉപദ്രവിക്കാനും നിന്നെ കൊണ്ടാവില്ല, അതും എന്റെ റബ്ബിനെ കഴിയൂ. പക്ഷേ ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ട്, അത് എന്റെ നബി നിന്നെ ഉമ്മ വെക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഹജറുൽ അസ്വദിനെ കുറിച്ച് അങ്ങനെ പറയുന്നു. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി കഅബ നിർമ്മാണത്തിന് നിന്ന സ്ഥലം എന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു കല്ല് അവിടെ ഇന്നും ഒരു പ്രത്യേകമായ സംരക്ഷണത്തിന്റെ ഭിത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. മുസ്ദലിഫയും മിനയും അറഫയും മർവയും സഫയും, നേരത്തെ പറഞ്ഞ വിശുദ്ധമായ കഅബയും. ഈമാനുള്ളവന്റെ ഹൃദയത്തിൽ അതിന്റെ വേലിയേറ്റം സൃഷ്ടിക്കാവുന്ന അനേകം ശുഭമുഹൂർത്തങ്ങൾക്ക് റബ്ബിന്റെ അനുമതിയോടെയും അനുഗ്രഹത്തോടെയും സാക്ഷ്യമാകുന്ന അപാരവും അനുഗ്രഹീതവുമായ സന്ദർഭങ്ങളാണ്.
അതാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുന്നതും ഉൾക്കൊള്ളുന്നതും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് പരിശുദ്ധമായ ബക്കയിൽ അനുഗ്രഹീതമാണ്. അത് ജനങ്ങൾക്ക് അനുഗ്രഹീതമാണ്. അതവർക്ക് സന്മാർഗവുമാണ്. ലിൽ ആലമീന, ലോകർക്ക് മുഴുവൻ. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. മഖാമു ഇബ്രാഹിം, അതിൽ മഖാമു ഇബ്രാഹിം ഉണ്ട്. അതൊരു ചരിത്രമാണ്. ഒരു ബാപ്പയും മകനും കൂടി നിർമ്മിച്ച ചരിത്രം, കഅബയുടെ ചരിത്രം, മനുഷ്യന്റെ ചരിത്രം, കണ്ണീരിന്റെ ചരിത്രം, ത്യാഗത്തിന്റെ ചരിത്രം, സമർപ്പണത്തിന്റെ ചരിത്രം, പച്ചയായ മനുഷ്യന്റെ ഒരുപാട് ദുഃഖത്തിന്റെയും അതിലേറെ ആഹ്ലാദത്തിന്റെയും ചരിത്രം, അള്ളാഹു ഒരു മനുഷ്യനെ ആദരിച്ച ചരിത്രം, അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിച്ച ചരിത്രം, എല്ലാം കുടിക്കൊള്ളുന്ന മഹാ അത്ഭുതം പോലെ. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനാ. അവിടെ ആര് പ്രവേശിച്ചു അവൻ സുരക്ഷിതനാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ സബീലാ. കഴിവുള്ളവൻ ഹജ്ജ് നിർവഹിക്കട്ടെ. ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തതാണ്. സാധിക്കുന്നവരത് നിർവഹിച്ചേ പറ്റും. പല കഴിവുള്ളവർ ഓരോ കാരണം പറഞ്ഞ് നീട്ടിവെക്കാൻ മാത്രം. ആയുഷിന്റെ ബലം നമ്മുടെ അടുത്തല്ല. ഏതായാലും ഒരു 4 കൊല്ലം കഴിയട്ടെ, ഇപ്പൊ തന്നെ വേണ്ട. മകളെ പേരക്കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നീട്ടിവെക്കുമ്പോ അള്ളാഹ് പരീക്ഷിക്കും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടാകാം, ചിലപ്പോൾ മാരകമായ രോഗങ്ങളുണ്ടാകാം, ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് മീസാൻ കല്ലുകൾക്ക് ചുവട്ടിൽ നമ്മളെ കടത്തിയേക്കാം. അപ്പൊ ചോദ്യം ബാക്കി വരും, അവസരമുണ്ടായിട്ട് എന്തേ നീ അത് നിർവഹിച്ചില്ല? അവസരം ഒത്തു വന്നാൽ എന്നാണ്. സബീൽ എന്ന് പറയുന്നത് വഴി, അതുപോലെ സാമ്പത്തിക ശേഷി, ശാരീരിക ആരോഗ്യം എന്നൊക്കെ പറയുന്നു. അത് അല്ലാഹു തന്നിട്ട് അറിയുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് ആ റബ്ബ് പറയാണ് വമൻ കഫറ, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ. അവസരമൊക്കെ ഉണ്ടായി പക്ഷെ പോയില്ല, സൗകര്യങ്ങളുണ്ടായി പക്ഷെ അതിന് മെനക്കെട്ടില്ല, എല്ലാം ഒത്തുവന്നു പക്ഷെ മനസ്സിൽ തോന്നിയില്ല. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹു ഈ ലോകത്തോട് തന്നെ ആവശ്യമില്ലാത്തവനാണ്. അവൻ ഗനിയാണ്, അവൻ പ്രതാപിയാണ്, അവൻ ഐശ്വര്യവാനാണ്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആല ഇംറാൻ സൂറത്തിലെ 96, 97 വചനങ്ങൾ ഈ സത്യം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇതെല്ലാമായിട്ട് കുടികൊള്ളണം. വഅഹിദ്നാ ഇബ്രാഹീമ വഇസ്മാഈൽ, ഇബ്രാഹീമിനോടും ഇസ്മാഈലിനോടും നാം ഒരു വാഗ്ദാനം നടത്തി. അല്ലാഹു പറയാ അൻതുഹിറാ, നിങ്ങൾ രണ്ടുപേരും ശുദ്ധീകരിക്കണം. ബൈത്തി, എന്റെ വീടിനെ, കഅബാലയം നിങ്ങൾ ശുദ്ധിയാക്കി വെക്കണം. ആർക്കെന്നോ ലിത്വായിഫീന, തവാഫ് ചെയ്യുന്നവർക്ക്, വൽആകിഫീന, ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും, വറുക്കഈ, റുകൂഅ് ചെയ്യുന്നവർക്കും, അതുപോലെ സുജൂദ് ചെയ്യുന്നവർക്കും, നിസ്കരിക്കുന്നവർക്കും, ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും, അതുപോലെ തവാഫ് ചെയ്യുന്നവർക്കും ഒരു അംഗീകാരമാണ് സത്യത്തിൽ. അത് അങ്ങോട്ട് തിരിഞ്ഞ് നിർമ്മിക്കപ്പെട്ട കോടിക്കണക്കിന് മസ്ജിദുകൾ, ലക്ഷം വരുന്ന മസ്ജിദുകൾ, അതിൻ്റെ ഒക്കെ കേന്ദ്രബിന്ദു ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പരിശുദ്ധമായ കഅബാലയമാണ്. അതുകൊണ്ട് പള്ളി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അതിന്റെ വിശുദ്ധി പാലിക്കാൻ, അതിന്റെ വൃത്തി പാലിക്കാൻ, അതിന്റെ മാന്യത പാലിക്കാൻ. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളൊക്കെ അല്ലാഹ്ക്ക്, ഫലാ തദ്ഉ
മഅല്ലാഹി അഹദാ, ഒരാളെയും അവനോടൊപ്പം അവിടെ നിങ്ങൾ പങ്കു ചേർത്ത് ദുആ ചെയ്യരുതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച. അതുകൊണ്ടാണ് ഇമാറത്ത് പറഞ്ഞപ്പോ ആരാ പള്ളി പരിപാലിക്കുക? മന്നാമന ബില്ലാഹ്, വിശ്വാസമുള്ളവന് പറ്റിയ പണിയാണത്. ഉള്ളില് വിശ്വാസമുള്ളവന്, ഈമാനുള്ളവന്, ആ അല്ലാഹുവിനെ വിശ്വാസം, അന്ത്യനാളിൽ വിശ്വാസം, അതാണ് അതിന്റെ മാനദണ്ഡം. അതുകൊണ്ട് റുക്കൂഉം സുജൂദും ഇഅ്തികാഫും തവാഫും ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ പള്ളിയെ, നിങ്ങൾ പരിശുദ്ധ കഅബാലയം ശുദ്ധീകരിക്കുക. ഖിയാമം വരെ അത് തുടരുകയാണ്. ലക്ഷോപലക്ഷങ്ങൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ട് കഅബാലയം കഴുകുന്നതും മറ്റും വലിയ കാഴ്ച. കൊല്ലത്തിൽ 2 തവണ ആ കൃത്യം നടക്കുന്നത് സാഗൂതത്തോടെയും കൗതുകത്തോടെയും ലോകത്തെ ജനകോടികൾ നോക്കി നിൽക്കുന്നത്. ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരാരാധന ലോകത്ത് ഒരു സമൂഹത്തിനുമില്ല. ഇത്രത്തോളം ആളാ ഒന്നിച്ചു കൂടുന്നത്. അതൊരു ത്യാഗമാണ്, സഹനമാണ്. ഒരു പള്ളിയിൽ ഒന്നിച്ചിട്ടൊരു 200 ആളിരിക്കുമ്പോഴേക്ക് എന്തെല്ലാം സഹിക്കണം. അടുത്ത ആളെ കോട്ടുവായ സഹിക്കണം, അവന്റെ ഒന്ത് സഹിക്കണം, തിരക്ക് സഹിക്കണം. ചിലപ്പോ പുകവലിയുടെ ദുർഗന്ധമുണ്ടെങ്കിൽ അതും സഹിക്കണം. ഒരുപാട് സഹനങ്ങൾ. അതൊക്കെ അല്ലാഹു കൂലി തരുന്ന സഹനങ്ങളാണ്. എങ്കിൽ പിന്നെ ലോകത്തെ വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള, വ്യത്യസ്ത വേഷഭൂഷാദികളുള്ള, വ്യത്യസ്ത ഭക്ഷണ രീതികളുള്ള, വ്യത്യസ്ത വികാര വിചാരങ്ങളുള്ള മനുഷ്യന്മാരൊന്നിച്ച് ഒരേ വേഷത്തിൽ 6 അടി മണ്ണിലേക്ക് പോകുമ്പോ 3 തുണി, അതിനു മുമ്പ് തവാഫിന്റെ നേരത്ത് ഇഹ്റാമിലേക്ക് കയറുമ്പോ 2 തുണി കൊണ്ട് ശരീരം പൊതിഞ്ഞ ഒരു ജീവിച്ചിരിക്കുന്ന മയ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി പരലോകത്തിന്റെ നൂൽപാലത്തിലൂടെ, ജീവിതത്തിന്റെ നൂൽപാലത്തിലൂടെ പരലോകത്തേക്കുള്ള യാത്രയുടെ ബോധ്യപ്പെടുത്തലായി നടത്തുന്ന അല്ലാഹു നടത്തുന്ന അത്യത്ഭുതകരമായ കർമ്മം. അവിടെയാണ് അതിലെ കാമ്പ്, അതിന്റെ ആത്മീയ തലം. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ വേറിട്ട ഒരു ദുആയുണ്ട്. ഒന്നുമില്ലാത്തൊരു കാലത്ത് ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞിനെ ഒരുപാട് യാത്ര ചെയ്ത് ഫിലിസ്തീന്റെ മലമടക്കുകളിൽ നിന്ന് മരുഭൂമിയിലൂടെ നടന്നിട്ട് ഈ പ്രദേശത്തെത്തിയിട്ട് അവിടെ ഇട്ട് പോരാൻ അല്ലാഹു കൽപ്പിക്കുമ്പോ ലാ മാഅ വലാ അനീസ്, അവിടെ നിന്ന് വെള്ളമില്ല, അവിടെ ഒരു മനുഷ്യജീവി പോലുമില്ല. അവിടെ ഇട്ട് പോരുമ്പോ കരയുന്നുണ്ട് ഭാര്യ, കരയുന്നുണ്ട് ഭർത്താവ്, വാവിട്ട് കരയുന്നുണ്ട് ഇസ്മായിൽ എന്ന കുഞ്ഞുമോൻ. അല്ലെങ്കിലും കരച്ചിൽ മനുഷ്യന്റെ ശക്തിയാണ്, കണ്ണുനീര് മനുഷ്യന്റെ ആത്മീയമായ പ്രഭാവമാണ്. അതിന് സാക്ഷ്യം വഹിക്കുന്ന അത്യത്ഭുതകരമായ രംഗങ്ങൾ. തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിമിനോട് ഭാര്യയുടെ ഒരു ചോദ്യമുണ്ട്, സഹധർമ്മിണിയുടെ ഒരു ചോദ്യമുണ്ട്. അല്ലാഹു അമറക്ക, ഇത് നിങ്ങളെ അല്ലാഹ് കൽപ്പിച്ചതാണോ എന്ന ഒരു ചോദ്യം. നഅം എന്ന തിരിഞ്ഞു നോക്കാത്ത ഒരു മറുപടി. തിരിഞ്ഞു നോക്കുമ്പോ ഇബ്രാഹിമിന്റെ കരള് പൊട്ടും. അവിടെ ഒരുപാട് കാലത്തിന് ശേഷം അല്ലാഹ് കൊടുത്ത ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ കണ്ണുനീര് പ്രവാഹമുണ്ട്. നടന്ന് നീങ്ങുമ്പോ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് മാനത്തേക്ക് ആ മനുഷ്യന്റെ കയ്യങ്ങ് ഉയർന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഞാനിതാ എന്റെ മക്കളെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു, ഇവിടെ താമസിപ്പിച്ചു പോകുന്നു, ഇവിടെ കുടിയിരുത്തി പോകുന്നു. ഈ താഴ്വാരം കൃഷിയില്ല,
പക്ഷേ നിന്റെ വിശുദ്ധമായ ഭവനത്തിന് സമീപമാണല്ലോ റബ്ബേ. റബ്ബനാ ലിയുഖീമുസ്സലാ, എന്റെ മക്കള് വളരുമ്പോ അവരെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണം റബ്ബേ. വജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, ജനങ്ങൾക്ക് അവരോട് നീ സ്നേഹം വർദ്ധിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം പഴവർഗ്ഗങ്ങൾ അവർക്ക് നൽകണം റബ്ബേ. അവർ നന്ദി കാണിക്കും നിന്നോട്. ഇബ്രാഹിം ഇവിടെ ദുആ പറയുന്നുണ്ട് ഖുർആൻ. വഇദ ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, റബ്ബേ ഈ നാടിന് സുരക്ഷിതത്വം കൊടുക്കണം. വർസുഖ് ലഹു മിനസ് സമറാത്ത്, ഇവിടത്തുകാർക്ക് നീ പഴവർഗ്ഗങ്ങൾ കൊടുക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഖലീലുള്ളാഹിന്റെ ദുആ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളും പാഠങ്ങളും ഈമാനിക ചൈതന്യങ്ങളും ചരിത്ര സംഭവങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ നിമിഷം, ഈ ദിവസം അല്ലാഹു നമ്മുടെ അമലുകൾ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.